നമ്മളിന്ന് ഈ ഒരു ഫ്ലോർ പ്ലാന്റെ 3D മോഡലിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമേ തന്നെ നമ്മൾ നമ്മുടെ 3D ഫ്ലോർ പ്ലാൻ പോകുന്നു. എന്നിട്ട് നമ്മളിവിടെ പറയുന്നു റിയലിസ്റ്റിക് 3D ഫ്ലോർ പ്ലാൻ. എന്നിട്ട് നമ്മുടെ ഇമേജ് അപ്ലോഡ് ചെയ്യുന്നു. ഇവിടെ ഇമേജ് അപ്ലോഡ് ചെയ്തു, പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്തു, ജെമിനി പോയിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, ക്രിയേറ്റ് ഇമേജ് എന്നുള്ള സെലക്ട് ചെയ്തു, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, അപ്ലോഡ് ഫയൽസിൽ പോയിട്ട് അതേ ഇമേജ് തന്നെ വീണ്ടും അപ്ലോഡ് ചെയ്തു. ആ ഇമേജ് അപ്ലോഡ് ചെയ്തതിനു ശേഷം ഇവിടെ വരുന്ന പ്രോംപ്റ്റ് കോപ്പി ചെയ്യുന്നു, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു, ഇവിടെ വന്ന് കോപ്പി ചെയ്യുന്നു, ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യുന്നു, സബ്മിറ്റ് കൊടുക്കുന്നു. ക്യാൻവയിൽ പോയിട്ട് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത അതേ ഇമേജ് ഇവിടെ 2D കൊടുക്കുന്നു. ഇത് നമുക്കൊന്ന് കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. എപ്പോഴും തെളിച്ചത്തിലുള്ള ഇമേജ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും. ഇവിടെ ഡൗൺലോഡ് കൊടുക്കുന്നു, അതിനുശേഷം ഇവിടെ വന്ന് പേസ്റ്റ് കൊടുക്കുന്നു, എന്നിട്ട് ഇതുമായിട്ടൊന്ന് കമ്പാരിസൺ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ സിറ്റ് ഔട്ട് ചെയ്യുന്നൊരു മെയിൻ ഡോർ വരുന്നു, ഇവിടെ ഒരു വിസിറ്റിംഗ് ഏരിയ, അത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഡൈനിങ് ആൻഡ് ഫാമിലി, അത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഡോറ്, ഇവിടെ ഒരു ബെഡിന്റെ പൊസിഷൻ ഇത്, ഇവിടെ ഒരു ടോയ്ലറ്റ്. ഓക്കെ, അതിവിടെ ഒരു സ്റ്റെയർ കേസ്, ഇവിടെ ഒരു ടോയ്ലറ്റ്, അത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഡോറ്, ഇവിടെ ഒരു മാസ്റ്റർ ബെഡ്റൂം ഡോറ്, അതിവിടെ ഒരു ഡ്രസ്സിംഗ് റൂം, അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ടോയ്ലറ്റ്, ഇവിടെ ഡൈനിങ്ങിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു കിച്ചണ്, ഇവിടെ നിന്ന് ഒരു ഡോർ. ഏകദേശം അതേപോലത്തെ ഡിസൈനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു 2D ഫ്ലോർ പ്ലാൻ, ഇതിപ്പോൾ ഒന്നാമത് ഇമേജ് ക്വാളിറ്റി കുറവാണ്, ഇത്രയും തെളിച്ചം കുറവായിട്ട് പോലും നമുക്ക് ഈ രീതിയിലേക്ക് എത്തി. എപ്പോഴും നമുക്ക് ഇതേ തെളിച്ചം കുറവായിട്ടുള്ള ഇമേജിന് ഇത്രയും ക്വാളിറ്റി കിട്ടുമെന്ന് അറിയത്തില്ല, എന്നാൽ പോലും ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും തെളിച്ചമുള്ള ഇമേജ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക.